ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിലെ ദാർഫൂരിൽ കുടുങ്ങിയ ലക്ഷങ്ങൾക്ക് സഹായമെത്തിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നില്ല. ഒറ്റപ്പെട്ടുപോയ സാധാരണ മനുഷ്യരെ സഹായിക്കാൻ വെടിനിർത്തണമെന്നും മാനുഷിക ഇടനാഴി സ്ഥാപിക്കണമെന്നും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് നടപ്പിലാകാത്തത് പതിനായിരങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയാണ്. BK സുഹൈൽ വിശദാംശങ്ങളുമായി ചേരുന്നു. സുഹൈൽ, ഗുഡ് മോർണിംഗ്. സുഹൈൽ, നമ്മൾ കുറേ കാലം ഗസയുടെ കാര്യം പറഞ്ഞ് രാവിലെ തന്നെ വേദനിച്ചതാണ്, സങ്കടപ്പെട്ടതാണ്. അപ്പോൾ ഗസയിൽ നേരിയൊരു ആശ്വാസം വന്നപ്പോൾ പിന്നിതാ തുടങ്ങി ലോകത്തിലെ മറ്റൊരു നരകമായി സുഡാൻ മാറുന്നു. ഈ ദാർഫൂറിൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായം എത്തിക്കാനോ എന്തുകൊണ്ടാണ് ഒരു ഇടപെടലും ഇപ്പോൾ നടക്കാത്തത്? അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ വിജയിക്കാത്ത എന്തുകൊണ്ടാണ്? എന്താണ് ഇപ്പോൾ ദാർഫൂറിൽ സംഭവിക്കുന്നത്? ഗുഡ് മോർണിംഗ് സൈഫു ജിൽസി. സുഡാൻ മറ്റൊരു വലിയ ദുരന്തത്തിന്റെ കേന്ദ്രമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പറഞ്ഞത് അൽഫാഷിർ നഗരം, അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. 2000-ലധികം പേർ ഒറ്റയടിക്ക് കൊല്ലപ്പെടുന്നു. അവിടെ നിന്ന് പലായനം ചെയ്ത ആളുകളുണ്ട്. ഈ ആളുകളെല്ലാം ഉൾക്കൊള്ളുന്നു ഫാഷിൽ കുടുങ്ങിയ ആളുകൾ. അതേപോലെ തന്നെ തവില എന്ന് പറയുന്ന അവിടെ നിന്ന് 50 കിലോമീറ്റർ മാറിയിട്ടുള്ള നഗരം, അവിടേക്കാണ് ഇവർ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തളർന്നു വീണ 15,000-ഓളം ആളുകൾ. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ മേഖലയിൽ മാത്രം, ദാർഫൂർ മേഖലയിൽ മാത്രമുണ്ട്. ഇവർക്ക് വെള്ളമോ ഭക്ഷണമോ എത്തിയിട്ട് ദിവസങ്ങളായി, ആഴ്ചകളായി. ഇവർക്ക് ഭക്ഷണം എത്തിക്കാനും അതേപോലെ തന്നെ അടിയന്തര സഹായം എത്തിക്കാനുമുള്ള നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സോളിഡാരിറ്റി ഇന്റർനാഷണൽ, അതേപോലെ തന്നെ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, നോർവീജിയൻ റെഫ്യൂജി കൗൺസിൽ, റെഡ് ക്രോസ് പോലെയുള്ള സന്നദ്ധ സംഘടനകൾ, ഇവരെല്ലാവരും തന്നെ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ആ ശ്രമങ്ങൾക്ക് സാധാരണ യുദ്ധഭൂമിയിൽ ഇത്തരം അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾക്ക് പലതും ചെയ്യാൻ സാധിക്കാറുണ്ട്. പക്ഷെ അവരിലേക്ക് എത്താൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സംഘടനകളെല്ലാം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ നമുക്കറിയാം, ഇപ്പോൾ ഈ യുദ്ധമേഖലയുടെ ഒരു മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ കിഴക്കൻ മേഖല സുഡാനീസ് ആംഡ് ഫോഴ്സ് എന്ന് പറയുന്ന SAF-ന്റെ നേതൃത്വത്തിലാണ്. പടിഞ്ഞാറൻ മേഖല RSF-ന്റെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന വിമത സംഘത്തിന്റെ കീഴിലാണ്. ഇപ്പോൾ ഈ പടിഞ്ഞാറൻ നഗരത്തിലെ വീഴാതിരുന്ന ഒറ്റ നഗരമായിരുന്നു അൽഫാഷിർ. അൽഫാഷിർ നഗരത്തെ 18 മാസമായി വെള്ളവും ഭക്ഷണവും അങ്ങോട്ട് കടത്തിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപരോധിക്കുകയായിരുന്നു. അങ്ങനെ ഉപരോധത്തിന് പിന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് അൽഫാഷിർ നഗരം വിട്ടുകൊണ്ട് SAF പോയത്. അപ്പോൾ അവസാനത്തെ നഗരവും കീഴടങ്ങിയതോടുകൂടി ഈ പടിഞ്ഞാറൻ മേഖല പൂർണ്ണമായും ഇപ്പോൾ RSF-ന്റെ കീഴിലാണ്. ഈ രണ്ട് മേഖലകളാൽ വിഭജിക്കപ്പെട്ട ഇതിനിടയിൽ പല അതിർത്തി കേന്ദ്രങ്ങളുമുണ്ട്. അവിടെകളെല്ലാം തുറന്നുകൊണ്ട് അവിടേക്ക് ഒരു മാനുഷിക ഇടനാഴി, രണ്ടു കൂട്ടരും ആക്രമിക്കാത്തൊരു മേഖല ഇങ്ങോട്ട് തുറക്കണം എന്നാണ് ഈ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആ അടിയന്തര സഹായം എത്തിക്കുന്ന സമയത്തെങ്കിലും ഒരു വെടിനിർത്തൽ ഉണ്ടാവണം എന്നുള്ളത്. പക്ഷെ അത് അംഗീകരിക്കാൻ ഇരു സംഘടനകളും തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സാധ്യമാകുന്നില്ല. പലപ്പോഴും ഈ RSF-ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ, നമുക്കറിയാം അവരുടെ ചരിത്രം തന്നെ ജഞ്ചവീദ് എന്ന് പറയുന്ന വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഘമാണ്. ആ സംഘം ഒരിക്കലും തന്നെ അതിന് തയ്യാറാകുന്നില്ല. പലപ്പോഴും നമ്മൾ കാണുന്നത് അൽഫാഷിർ നഗരത്തിലേക്ക് ഒരു എൻട്രി പോലും ഇപ്പോൾ ഈ സന്നദ്ധ സംഘടനകൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആകെ അവിടെ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അൽഫാഷിർ നഗരത്തിൽ നിന്ന് ഒക്ടോബർ 26 മുതൽ 27 തീയതികളിൽ തുടങ്ങിയ കൂട്ടക്കൊലയ്ക്ക് ശേഷം വന്നിട്ടുള്ള ആളുകൾ, അവർ പല ആളുകളും അവരുടെ മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങൾ, അതേപോലെ തന്നെ അവർ തവിലയിൽ എത്തിയതിനു ശേഷം അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങൾ, ഇത് മാത്രമാണ് ഇപ്പോൾ അവിടേക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് അൽഫാഷിർ നഗരത്തിൽ കൃത്യമായി നടക്കുന്നത്? അവിടെ അവശേഷിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊന്നും തന്നെ ഇപ്പോഴും കൃത്യമായ വിവരമില്ല. യഥാർത്ഥത്തിൽ ഗസ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് നമ്മൾ. ഗസയിൽ എന്താണ് ഇസ്രായേൽ ചെയ്യുന്നത്? സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ, സമാനമായിട്ടുള്ള ചില പദാവലികൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് RSF യഥാർത്ഥത്തിൽ അൽഫാഷിർ നഗരത്തെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞു, ഇസ്രായേൽ പറയുന്ന പല പദാവലികളും അവർ ഉപയോഗിക്കുന്നു, പല സംജ്ഞകളും ഉപയോഗിക്കുന്നു. ഇപ്പോൾ ആശുപത്രിയിലെ 460 പേരെ കൂട്ടക്കൊല നടത്തി. അത് ഗസയിൽ ഹമാസിന്റെ കേന്ദ്രങ്ങളാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ അത് SAF-ന്റെ ഭീകര കേന്ദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹോസ്പിറ്റലിലെ മുഴുവൻ ആളുകളെയും അവർ കൊന്നുകളഞ്ഞത്. അതേപോലെ തന്നെ ഇവിടേക്ക് ഭക്ഷണവും സഹായവും അനുവദിക്കാത്തതിനും ഗസയിലേക്ക് ഭക്ഷണവും സഹായവും അനുവദിക്കാത്തതിന്റെ അതേ സംഭവങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ RSF-ന് കീഴിൽ സയൻസ് ബുദ്ധിയാണ് അവരും അതേപോലെ തന്നെ മൊസാദും തമ്മിൽ പലതരത്തിലുള്ള ധാരണകളുണ്ട് എന്ന് ആരോപിക്കുന്ന ആളുകൾ കൂടിയുണ്ട്. എന്ന് മാത്രമല്ല RSF-ന് നേതൃത്വം നൽകുന്ന ആളുകൾ അവർ പലപ്പോഴും ഇസ്രായേൽ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും
ഇസ്രായേലുമായി ബന്ധം നോർമലൈസ്, സുഡാന്റെ ബന്ധം നോർമലൈസ് ചെയ്യാൻ വേണ്ടി പണിയെടുത്ത ആളുകളുമൊക്കെയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്.